സോ തേർഡ് അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റാണ് തേർഡ് അലോട്ട്മെൻറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ അതിന് മുമ്പേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സോ കുട്ടികളെ, ഈ തേർഡ് അലോട്ട്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഏത് സ്കൂളാണ് ഇനി പഠിക്കാൻ പോകുന്നത്, അത് +1 എവിടെയാണ് പഠിക്കാൻ പോകുന്നത് തീരുമാനിക്കുന്നത് തേർഡ് അലോട്ട്മെൻറ്റിലാണ്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഉള്ള പോലെ ടെമ്പററി അഡ്മിഷൻ എടുക്കുക എന്നൊരു പരിപാടി ഇനിയില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി എടുത്ത കുട്ടികളാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ സ്കൂളിന് ചേഞ്ച് ഇല്ലെങ്കിൽ നിലയിൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയി അഡ്മിഷൻ പെർമനൻ്റ് ആക്കണം. ഇനി പുതിയൊരു സ്കൂളാണ് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ പോയി അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് എടുക്കണം. ആ സ്കൂളിൽ നിങ്ങൾ പഠിക്കാൻ നിർബന്ധിതരാണ്. ഇനി ഭാവിയിൽ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റൊക്കെ വന്നാൽ ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉള്ളൂ. ഇനി തേർഡ് അലോട്ട്മെൻറ്റിനും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, അവരെ സംബന്ധിച്ച് പറയാനുള്ളത് അവർക്ക് മുമ്പിൽ ഇപ്പോൾ അവർ കൊടുത്ത എല്ലാ സ്കൂളും ഇൻവോൾവ് ആകാൻ പോവുകയാണ്. ഇനി ഈ തേർഡ് അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞ് 1-2 ആഴ്ചകൾക്കകം സീറ്റുകൾ ഒഴിവുള്ള സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ ലിസ്റ്റ് നോക്കി ഏതൊക്കെ സ്കൂളിലാണ് ഒഴിവുള്ളത് അവിടേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയൂ. ആ സ്കൂളുകളിലേക്ക് മാത്രമേ നിങ്ങൾ പരിഗണിക്കൂ. അത് നിങ്ങൾ താല്പര്യമുള്ള സ്കൂളാവാം, താല്പര്യമില്ലാത്ത സ്കൂൾ ഏതോ ആവാം, എവിടെയാണ് ഒഴിവുള്ളത് അവിടെ മാത്രമേ നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അത് വീണ്ടും നിങ്ങൾ ഓൺലൈനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ വിട്ടുപോയ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. സോ തേർഡ് അലോട്ട്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ 27-ാം തീയതി ഞായറാഴ്ചയോടുകൂടി റിസൾട്ട് വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 27 ഞായറല്ല, 28 ഞായർ. ഇനിവേ ഞായറാഴ്ച റിസൾട്ട് വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും റിസൾട്ട് എന്ന്. ഓക്കെ.